വിസ്ഡം സ്റ്റുഡൻസ് അത് എല്ലാ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നടത്താറുള്ളൊരു പ്രോഗ്രാമാണ് വിദ്യാനിധി എന്ന് പറയുന്ന സ്കൂൾ കിറ്റ്. അത് ഇതേപോലെ പാവപ്പെട്ട നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈദീസ്വ ജനകീയമാണ്, എല്ലാവരും ഒരേ സമയം എന്ത് ചെയ്യാറുണ്ട്, അത് അതിന് വേണ്ടി ഒരു 1300 രൂപ അല്ലെങ്കിൽ 1300 രൂപക്ക് എന്ത് ചെയ്യാറ് മാറ്റി സ്പോൺസർ ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇതെന്ത് ചെയ്യാറില്ല, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നൊരു സാഹചര്യമാണ്. അതിനൊരു കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തത് ഇത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെരുന്നാൾക്ക് ഒരു കുട്ടിക്ക് ഡ്രസ്സ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് ഒരു പക്ഷേ ഒരു സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഒരു വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്നാലോചിച്ച് എത്ര രൂപയുടെ ചിലവ് വന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കഴിയുന്ന ആളുകളൊക്കെ എന്ത് വെച്ചാൽ ഇതിന് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഉറപ്പെടുത്തുള്ളത്. ഒരു കുട്ടിക്ക് 800 രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ട് അറിയാലോ, നമുക്ക് ബൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ എല്ലാം നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല. എന്നാലൊരു കുട്ടിക്ക് അത്യാവശ്യമുള്ള ഒരു സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത്, സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടിക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരു ജോമെട്രി ബോക്സിൽ തന്നെ അപ്പുറത്തേക്ക് ഒരു ജോമെട്രി ബോക്സിന് ഇന്ന് എത്ര രൂപ ഉണ്ടാവും? 250 രൂപ കൊടുക്കാതെ വാങ്ങാൻ പറ്റുമോ? ചുരുങ്ങിയ 150 രൂപ ഏറ്റവും ഒരു നോർമൽ സൈസ് കൊടുക്കണമല്ലേ? യെസ്, ഒരുപാട് കാലം വാങ്ങിച്ചാണ് നമ്മളാണ്. അപ്പോൾ ഞാൻ അതാണ് മിനിമം ചാർജ് അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 800 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് എത്ര രൂപ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്? ചിലപ്പോൾ യൂണിഫോമായിട്ട്, വസ്ത്രമായിട്ട്, കുടയായിട്ട്, അല്ലേ, ബ്രാൻഡഡ് ചെരുപ്പായിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷൂവും ചെരുപ്പും വാങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുക്കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ പക്ഷെ നമ്മൾ കാണാത്ത ഒരുപാട് ആളുകളിലേക്ക് സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ മക്കൾ പുതിയ ചെരുപ്പും പുതിയ പാൻറ്റും അല്ലെങ്കിൽ പുതിയ നോട്ട് ബുക്കുകളൊക്കെ ആയിട്ട് പോകുമ്പോൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബാലൻസുള്ള പേജുള്ള ബുക്കുകളുമായിക്കൊണ്ട് സ്കൂളിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരു പക്ഷേ സ്കൂൾ തുറന്നു കഴിഞ്ഞാലും 2-3 മാസമൊക്കെ അത് ഉപയോഗിച്ച് പണം എങ്ങനെയെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് പിന്നെ നോട്ട് ബുക്ക് വാങ്ങുന്ന ആളുകളെ കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊരു സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിസിനസ് സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു വെൽഫെയറാണ് വിദ്യാനിധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 800 രൂപ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ഇൻഷാല്ലാ ഇത് കോൺടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇൻഷാല്ലാ നമ്മുടെ ഓഫീസുമായി കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻഷാല്ലാ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് കൂടി ആ സമയത്ത് ഓർപ്പെടുത്താം.